ഓണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഇടയിലേക്കോട്ട വാനരക്കൂട്ടത്തിന് ഇത്തവണയും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി. പതിവ് പോലെ ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് വാനരക്കൂട്ടത്തിന് സദ്യ നൽകിയത്. സദ്യവട്ടത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വാനരക്കൂട്ടം കാവിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരുങ്ങി. അലങ്കരിച്ച പൂക്കൾ വലിച്ചെറിഞ്ഞ വാനരസദ്യ നേരിട്ട് കാണാനെത്തിയവർക്ക് നേരെ അല്പം വികൃതികൾ. കാവിലെ കുരങ്ങന്മാർക്ക് 2 ദശാബ്ദക്കാലമായി ഉപ്പ് ചേർക്കാത്ത ചോറ് വിളമ്പിയ ചാലിൽ മാണിക്കമ്മ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ വിശ്രമജീവിതം നയിക്കുകയാണ്. മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ് പഴങ്ങളും പച്ചക്കറികളും ബാലവേദി പ്രവർത്തകരും നാട്ടുകാരും മുറിച്ച് തയ്യാറാക്കിയത്. മാണിക്കമ്മ കൈമാറിയ വിഭവങ്ങളുമായി ഓണപ്പാട്ടുകൾ പാടി കുട്ടികൾ ഘോഷയാത്രയായി കാവിനടുത്തെത്തിയ ശേഷമായിരുന്നു സദ്യ വിളമ്പിയത്. വാഴയിലയിൽ ആദ്യം ഉപ്പ് ചേർക്കാത്ത ചോറും പിന്നെ മറ്റു വിഭവങ്ങളും നിരന്നു. ആവേശത്തോടെ വാനരക്കൂട്ടം തീറ്റ തുടങ്ങി. വിഭവങ്ങളെല്ലാം ആവോളമകത്താക്കി ഏമ്പക്കമിട്ടു. ഇടയിലേക്കാട് കാവിലെ വാനരസംഘത്തിന് നൽകുന്ന 18ാമത് ഓണസദ്യയാണ് ഇത്തവണത്തേത്. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് തൂശനിലയിൽ ഓണസദ്യ വിളമ്പിയത്. ഇടയിലേക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു സദ്യ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല സഹജീവികൾക്ക് കൂടിയുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത മനുഷ്യരിലേക്ക് പടർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇടയിലേക്കാട് കാവുമായിട്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ള കൗവായിക്കായലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ധാരാളം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നവോദയ ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു സദ്യ ഒരുക്കിയിട്ടുള്ളത്. ചക്ക, ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരി, ഉറുമാമ്പഴം, പേരക്ക തുടങ്ങി 18 ഇനങ്ങളാണ് 18ാമത്തെ സദ്യയിൽ വിഭവങ്ങളായി വിളമ്പിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. ഞാൻ ഈ വാനരസദ്യയിൽ കണ്ടൊരു പ്രത്യേകത, വാനരന്മാർക്ക് ഇഷ്ടപ്പെടും വിധത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ കൂടി ശ്രദ്ധിച്ചു കാസർഗോട്ടെ ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയത്തിൻ്റെ ഈ ബാലവേദി എന്നതുകൂടിയാണ്. സിജു കണ്ണൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.